أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ജംഇന്റെ 29ാമത്തെ ക്ലാസ്. വൽ മുഖ്താറു അലൽ മൻഇ അയ്ളൻ. തെബീനെ പിന്തിപ്പിക്കാൻ പാടില്ല എന്ന അഭിപ്രായപ്രകാരം ബലപ്പെട്ടത് അന്നഹു യജൂസു അല്ലാ യഅലമൽ മുകല്ലഫുൽ മൗജൂദു ഇൻദ വുജൂദിൽ മുഖസ്സിസ് ഉള്ളപ്പോൾ എത്തിക്കപ്പെട്ട മുകല്ലഫ് അറിയാതിരിക്കുക എന്നുള്ളത് ജായിസാണ്. എന്തുകൊണ്ടറിയാതിരിക്കുക? ബിൽ മുഖസ്സിസി, മുഖസ്സിസിന്റെ ദാത്ത് കൊണ്ട് അറിയാതിരിക്കുക. വലാബി അന്നോ മുഖസ്സിസുൻ, അത് മുഖസ്സിസാണ് എന്നതുകൊണ്ടും അറിയാതിരിക്കൽ അതാവും, ജായിസാവും. അതായത് ഐ യജൂസു, ജായിസാകും, അല്ലാ യഅലമ, മുകല്ലഫ് അറിയാതിരിക്കൽ, ബിദാത്തിൽ മുഖസ്സിസി, മുഖസ്സിസിന്റെ ദാത്ത് കൊണ്ട്. അതാണ് ബിൽ മുഖസ്സിസി എന്ന് പറഞ്ഞത്. വലാ ബി വസ്ഫി അന്നഹു മുഖസ്സിസുൻ മഅ ഇൽമിഹി ബിദാത്തിഹി, അത് മുഖസ്സിസ് എന്നതാണ് എന്ന് അറിവുള്ളതോടൊപ്പം തന്നെ അത് മുഖസ്സിസാണ് എന്ന വസ്ഫ് കൊണ്ട് അറിയാതിരിക്കലും ജായിസാണ്. അതിന്റെ അർത്ഥം വലാബി അന്നഹു മുഖസ്സിസുൻ എന്നതിന്റെ തഫ്സീറാ പറഞ്ഞത്. ഉദാഹരണം, കായി യകൂന അൽ മുഖസ്സിസു ലഹു, ആ മുഖസ്സിസ് ഉണ്ടാവുക എന്തിന്? ഈ മൗജൂദിന് ഒരു മുഖസ്സിസ് ഉണ്ടാവുക. മൗജൂദിന് ഒരു മുഖസ്സിസ് ഉണ്ട്, അത് അൽ അഖില, ആ മുഖസ്സിസ് അഖിലാണ് എന്നതുപോലെ ഇതറിയാതിരിക്കൽ ജായിസാണ്. ബി അന്ന യുസബ്ബിബല്ലാഹു ലഹുൽ ഇൽമ ബിദാലിക, അതുകൊണ്ട് അറിയൽ മുകല്ലഫിന് അള്ളാഹു കാരണമാക്കാതിരിക്കുക എന്നതാണ് ആ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ആ രൂപത്തിലൊക്കെ അറിയാതിരിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാല് അഖില് മുഖസ്സിസാണ് എന്നതുകൊണ്ടുള്ള അറിവ് മുകല്ലഫിന് അള്ളാഹു കാരണമാക്കാതിരിക്കുക, ഇത് ജായിസാണ്. വഖീല, മുഖ്താറിന്റെ എതിര്, ലാ യജൂസു ദാലിക ഫിൽ മുഖസ്സിസി സമഇയ്യി, സമഇയ്യായ മുഖസ്സിസിൽ അത് പറ്റില്ലട്ടോ. സമഇയ്യായ മുഖസ്സിസിൽ അത് മുഖസ്സിസാണ് എന്ന് അറിയാതിരിക്കൽ ജായിസാണ് എന്നതിൽ ശരിയല്ല, ജായിസാകൂല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ലിമാ ഫീഹി, അതിലുള്ള ഒന്നുകൊണ്ട്. അങ്ങനെ അറിയാതിരുന്നാൽ പ്രശ്നമുണ്ട്. എന്തിനാല്? മിൻ തഅഖീരി ഇലാമി ബിൽ ബയാനി, അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കൽ കൊണ്ട് അതിനെ എന്തായി അറിയിക്കുക എന്നതിൽ പിന്തിച്ചില്ലേ, അതിവിടെ വരില്ലേ? അപ്പൊ പറ്റൂല. കൊല്ല നമ്മൾ പറയുന്നത് അൽ മഹദൂറു, ഇവിടെ പേടിക്കപ്പെടുന്നത് തഅഖീറുൽ ബയാനാണ്. ബയാനെ പിന്തിച്ചേ എന്നുള്ളത് അവിടെ പേടിക്കപ്പെടാനുള്ളത്. വഹുവ മുന്തഫിൻ ഹുന, എത്ര അത് ഇവിടെ ഇല്ലല്ലോ. പിന്നെ അദമു ഇൽമിൽ മുകല്ലഫി, മുകല്ലഫ് അറിയൽ ഇല്ല എന്നുള്ളത്. ബിൽ മുഖസ്സിസി, മുഖസ്സിസ് കൊണ്ട് മുകല്ലഫ് അറിയുന്നില്ല എന്നത്. അൻഹു, അതിനെ കുറിച്ച് അവൻ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് അറിയാത്തത്. ഇങ്ങനെ അറിയുന്നില്ല എന്നുള്ളത് തഫ്സീറും മിൻഹു, അത് അവനിൽ നിന്നുള്ള വീഴ്ച എന്നല്ല. എന്ത് പറയാനാ? അല്ലാഹ് ഇവിടെ തഅഖീറൊന്നും പേടിക്കാറൊന്നുമില്ല. അമ്മൽ അഖ്ലിയോ, സമഇയ്യ പറഞ്ഞു. അഖ്ലിയാണെങ്കിലോ ഫത്തബഖു, അതിലാർക്കും അഭിപ്രായമൊന്നുമില്ല, എല്ലാവരും യോജിച്ചിട്ടുണ്ട്. അലാ ജവാസി യുസ്മി അല്ലാഹുൽ മുകല്ലഫൽ ആം, പൊതുവെ ഒരു മുകല്ലഫിന് അള്ളാഹു കേൾപ്പിച്ചു കൊടുക്കുക. മിൻ ഗൈരി അൻ യുഅ്ലിമഹു, അവന് അറിയിച്ചു കൊടുക്കാതെ. അന്നഫിൽ അഖ്ലി മാ യുഖസ്സിസുഹു, അതിനെ തഖ്സീസാക്കുന്ന ഒന്ന് അഖ്ലിലുണ്ട് എന്നുള്ളത് അവന് അറിയിച്ചു കൊടുക്കാതെ തന്നെ പൊതുവെ മുകല്ലഫിന്
അള്ളാഹ് കേൾപ്പിച്ചു കൊടുക്കൽ ജായിസ എന്നുള്ളതുണ്ടല്ലോ, അതിന് മേല ഇത്തിഫാക്ക. അതുകൊണ്ട് അഖിലിയിൽ കുഴപ്പമില്ല. മുഖൂലൻ ഇലാ നദിരി, അത് അതിലേക്ക് നോക്കലിനെ ഏൽപ്പിച്ചതിന് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വഖദ് വഖഅ, സംഭവിച്ചിട്ടുണ്ടല്ലോ, അന്ന ബഅദ സ്വഹാബത്തി, സ്വഹാബാക്കൾ ചിലവർ ലൻ യസ്മഅൽ മുഖസ്സിസ സമഇയ്യ, സമഇയ്യായ മുഖസ്സിസിനെ കേട്ടിട്ടില്ല, ചിലല്ലേ കേട്ടിട്ടുള്ളൂ. ഇല്ലാ ബഅദ ഹീൻ, കുറെ കഴിഞ്ഞിട്ടല്ലേ കേട്ടിട്ടുള്ളൂ. മിൻഹും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഫാത്തിമത്തു ബിന്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ മോള് ഫാത്തിമ. ത്വലബത്ത് മീറാസഹ, മഹദി അനന്തരാവകാശം തേടിച്ചെന്നു. മിമ്മാ തറക്കഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിൽ നിന്ന് അനന്തരം കിട്ടാൻ വേണ്ടി ചെന്നു. അതെന്തുകൊണ്ട്? ലിഉമൂമി ഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ ഖൗല് ഇവിടെ ഉണ്ടല്ലോ, യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും എന്ന്. ഈ ഔലാദ് എന്ന് പറയുന്ന വിഷയത്തിൽ മഹദി പെടുമല്ലോ, അത് ആമല്ലേ, അതുകൊണ്ടാ ചെന്നത്. അങ്ങനെ വഹത്തജ അലൈഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണുള്ള സംഭവം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹദിക്കെതിരെ ലക്ഷ്യം പിടിച്ചത് ബിമാ റവാഹു ലഹ, മഹദിക്ക് മഹാൻ റിപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒന്നുകൊണ്ട്. അതെന്ത്? മിൻ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ വാക്കുണ്ട്, ലാ നൂറസു മാ തറക്നാഹു സദഖത്തുൻ എന്നുണ്ട്, ഞങ്ങളെ അനന്തരമെടുക്കപ്പെടുകയില്ല, ഞങ്ങൾ ഉപേക്ഷിച്ചു പോയതൊക്കെ സദഖയാണ് എന്ന് അങ്ങോട്ട് മറുപടി കൊടുത്തു. ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? ഇവിടെ തഖ്സീസ് ഉണ്ടല്ലോ, ഇത് സമഇയ്യായ ഒരു മുഖസ്സിസ. ഈ സമഇയ്യായിരിക്കുന്ന മുഖസ്സിസ് ആമിനെ ആക്കുന്നു. പക്ഷെ ആമ് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ഈ മുഖസ്സിസിനോട് അറിഞ്ഞത്. അപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. അഖ്റജഹു ശൈഖാനി, ഇത് ശൈഖാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ. ഒമിൻഹും, അതേ സമഇയ്യ മുഖസ്സിസ് കേൾക്കാത്ത ചില സ്വഹാബാക്കൾ, ആ കൂട്ടത്തിൽ പെട്ടതാ ഉമർ റളിയല്ലാഹു അൻഹു. ലം യസ്മഅ മുഖസ്സിസൽ മജൂസി, മജൂസിയുടെ മുഖസ്സിസിനെ മഹാൻ കേട്ടിട്ടില്ല. മിൻ ഖൗലിഹി തആല, അള്ളാന്റെ വാക്കിലുണ്ടല്ലോ, ഫഖ്തുൽ മുശ്രിക്കീന, മുശ്രിക്കീനെ കൊന്നു കളയുക എന്ന്. അതില് മജൂസിയെ തഖ്സീസാക്കുന്ന സംഭവമുണ്ട്, പക്ഷെ അത് മൂപ്പര് കേട്ടിട്ടില്ല. ഹൈസു ദക്കറഹും, ഉമർ റളിയല്ലാഹു അൻഹു അവരോട് എന്തായി? മജൂസിയെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ഫഖാല, അപ്പൊ മൂപ്പര് പറഞ്ഞെന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു, മാതിരി, എനിക്കറിയൂല, കൈഫ അസ്നഉ, മജൂസിയാക്കൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫറവാലഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ വാക്ക് എന്താണ്? സന്നു ബിഹിം സുന്നത്ത് അഹ്ലുൽ കിതാബ്, സുന്നു ബിഹിം സുന്നത്ത് അഹ്ലുൽ കിതാബ് എന്ന്. അഖില കിതാബിന്റെ ചര്യ എന്താണോ അത് ഈ മജൂസികളോടും നിങ്ങൾ ചര്യയാക്കുക എന്നാണ്. റവാഹു ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. റവൽ ബുഖാരി, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അന്ന ഉമർ, നിശ്ചയം ഉമർ റളിയല്ലാഹു അൻഹു ലം യഖുൽ ജിസിയ, നികുതി പിടിച്ചില്ല, മിനൽ മജൂസിയിൽ നിന്ന് പിടിച്ചില്ല. ഏതുവരെ? ഹത്താ ഷഹീദ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബ്ദുറഹ്മാൻ തങ്ങൾ സാക്ഷി നിൽക്കുന്നത് വരെ. എന്ത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിശ്ചയ നബി തങ്ങളെ അഖദഹ മിൻ മജൂസ് ഹജർ, ബഹറൈനിലെ മജൂസിയാക്കളിൽ നിന്ന് നബി തങ്ങൾ ജിസിയ പിടിച്ചു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ സാക്ഷി നിന്നു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയുന്നത്. എന്നിട്ടാ പിടിച്ചത്. അപ്പോ എന്തായി? ഇവിടെ തഖ്സീസ് ഉണ്ട് എന്നുള്ള കാര്യം അപ്പോഴുള്ള മുക്കല്ലഫ് അറിയാതിരിക്കൽ ജായിസാണ്. എന്നല്ലോ, ഇവിടെ അറിഞ്ഞിട്ടില്ലല്ലോ, പിന്നീടല്ലേ അറിഞ്ഞു എന്നാ കഴിഞ്ഞു. അന്നസ്ഖു, ഇനി ദുർബലപ്പെടുത്തുക, നസ്ഖ് എന്നൊക്കെ പറഞ്ഞാല് ഫി അന്നഹു, നസ്ഖ് റഫ്അൽ ഹുക്മി, ഹുക്മിനെ ഉയർത്തിക്കളയുക എന്നതാണ്. അല്ല അവ ബയാൽ ഇന്ത്യയായി അമതി, അതിന്റെ സമയം കഴിഞ്ഞു എന്നതിന് വ്യാഖ്യാനിക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കിക്കപ്പെട്ടിട്ടുണ്ട്.
വൽ മുഖ്താറു ബലപ്പെട്ട അഭിപ്രായം അൽ അവ്വലു ആദ്യം പറഞ്ഞത് ഹുക്മിനെ ഉയർത്തുക എന്നുള്ളതാ. എന്തുകൊണ്ട് ലി ഷുമൂലിഹി ആ ഹുക്മിനെ ഉയർത്തുക എന്നുള്ളത് ആദ്യം പറഞ്ഞത് അത് അന്നസ്ഹ കബല തമക്കുനി സൗകര്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് എടുക്കാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ് ദുർബലപ്പെടുത്തുന്നതിനെ അത് ഉൾപ്പെടുത്തും. ജവാസ് അല സഹീഹി അങ്ങനെ റിസ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബലപ്പെട്ട അഭിപ്രായം വരുന്നുമുണ്ട്. വൽ മുറാദു മിനൽ അവ്വലി അവ്വല് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കപ്പെടുന്നത് അന്നഹു നിശ്ചയമായിട്ടും കാര്യം നസ്ഖ് റഫ്ഉൽ ഹുക്മി ശർഈയായ വിധിയെ ഉയർത്തുന്നു എന്നതാ. മിൻ ഹൈസു തഅല്ലുഖു ബിൽ ഫീൽ ആ ഹുക്മി ഫീലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഹൈസിയത്തിൽ കൂടെ തന്നെ ശർഈയായ ഹുക്ം ഉയർത്തലാണ്. ബി ഖിതാബിൻ അത് തക്ലീബ് ചെയ്യൽ കൊണ്ട് തന്നെ ഖിതാബ് ഇട്ടുകൊണ്ട് തന്നെ ഉയർത്തിക്കളയാം. അപ്പോ ഖറജ ബി ശർഈ എന്നതുകൊണ്ട് പുറത്തുപോയി. അയൽ മഖൂദ് മിൻ ശർഈ ഷറയിൽ നിന്ന് പിടിക്കപ്പെട്ടെന്ന ഷറയ്യ് ആ ഷറയ് കൊണ്ട് പുറത്തുപോയത് എന്താ? ഷറയിൽ നിന്ന് പിടിക്കപ്പെട്ടത് റഫ്ഉൽ ഇബാഹത്തിൽ അസ്ലിയായ ഇബാഹത്തിനെ ഉയർത്തുക. ഷറയിൽ നിന്ന് പിടിക്കപ്പെട്ട എന്താ? അസ്ലിയായ ഇബാഹത്ത് ഇവിടെ ഉണ്ട്, അതിനെ ഉയർത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഷറയ് കൊണ്ട് പുറത്തുപോയത് അയൽ മഖൂദ് മിനൽ ആഖിലി ആഖിലിൽ നിന്ന് പിടിക്കപ്പെട്ടത് പുറത്തുപോയി. അതുകൊണ്ട് എന്ത് ചെയ്യൂല? റഫ്ഇല്ല. ആഖിലിൽ നിന്ന് പിടിക്കപ്പെട്ടത്. ഒബി ഖിതാബിൻ ഖിതാബ് എന്നതുകൊണ്ട് പുറത്തുപോയി അറഫ് ബിൽ മൗത്തി മരിക്കല് കൊണ്ടുള്ള ഉയർത്തിക്കളയല്. വൽ ജുനൂനി ഭ്രാന്ത് ആയതുകൊണ്ട് ആ വിധി അവന് ബാധകമല്ല എന്ന് പറയല്. ഓൽ ഒഫലത്തി അശ്രദ്ധവാനായി എന്നുകൊണ്ട് ആ വിധി പറയുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഖിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി, അത് നസ്ഖല്ല. അതുപോലെ തന്നെ ശർഈ എന്ന് പറഞ്ഞതുകൊണ്ട് ആഖിൽ നിന്ന് പിടിക്കപ്പെട്ടതും പുറത്തുപോയി. വകദാ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ബിൽ ആഖിൽ വൽ ഇജ്മാ ആഖിൽ ഇജ്മാ ഇതുകൊണ്ടൊക്കെ എന്താണ് നസ്ഖ് ചെയ്യപ്പെടാം. ഇത് രണ്ടിനെയും മുസന്നിഫ് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട് അത് രണ്ടിനെയും പറഞ്ഞത് മുസന്നിഫ്? ലിയുനബ്ബിഹ മുസന്നിഫ് ഉണർത്താൻ വേണ്ടിയിട്ട് അലാമാ ഫീഹിമ ഇത് രണ്ടിലും ഉള്ള ഒന്നിന്റെ മേൽ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അത് രണ്ടിനെയും മുസന്നിഫ് ഇവിടെ പറഞ്ഞത്. എന്തുകൊണ്ട് ഉയർത്താൻ? ബിഖൗലിഹി മുസന്നിഫിന്റെ വാക്കുകൊണ്ട് ഫലാ നസ്ഖ ബിൽ അഖൽ എന്ന് പറയുന്നുണ്ട്. അത്തരം വാക്കുകൊണ്ട് ഉണർത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖിതാബിൻ എന്നൊക്കെ മുസന്നിഫ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ ഖൗലുൽ ഇമാം റാസി എന്നാൽ ഇമാം റാസിയുടെ ഖൗല് മൻ സഖത റിജ്ലഹു നുസിഖ ഗസ്ലുഹുമാ എന്ന ഒരാളെ രണ്ട് കാലങ്ങ് പോയി, എന്നാ പിന്നെ ശുദ്ധിയാക്കുമ്പോൾ ആ രണ്ട് കാലിനെ കഴുകണം എന്നുള്ളത് ദുർബലപ്പെട്ടു ഇല്ലല്ലോ ഇവിടെ എന്ന ഖൗല് മദ്ഖൂലും ഫീഹി മദ്ഖൂലും ഫീൽ കടത്തപ്പെട്ടതാണ്. മദ്ഖൂലും ഫീഹി അതിൽ കടത്തപ്പെട്ടതാണ്. അതിൽ കടത്തപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ദഖല പ്രവേശിച്ചു എന്നുള്ളതാണ്. എവിടെ? അതായത് ഐബുൻ ഹൈസു ജഅല അത് ഒരു ഐബാണ്. എന്ത് ഐബ്? ഹൈസു ജഅല റഫ്അ വുജൂബിൽ ഗസ്ലി ബിൽ അഖിലി അഖില് കൊണ്ട് എന്തായെന്നറിയാമോ? കഴുക നിർബന്ധമാണെന്ന ആ ഒരു വിധി ഉണ്ട് ഇവിടെ. ആ നിർബന്ധത്തെ ഉയർത്തിയതിനെ ആക്കിയടത്ത് എന്തുകൊണ്ട്? ബിൽ അഖില് അഖില് കൊണ്ടാണ് ആക്കിയത്. എന്തു കാരണം? സുഖൂത്തി മഹല്ലിഹി അതിന്റെ മഹല്ല് ഇവിടെ ഇല്ലല്ലോ, കഴുകേണ്ട മഹല്ല് ഇവിടെ ഇല്ല. അപ്പൊ അഖില് കൊണ്ട് എന്തായി? അത് കഴുകൽ നിർബന്ധമാണെന്നതിന് ഉയർത്തിക്കളഞ്ഞു. അങ്ങനെ ഉയർത്തലിനെ ആക്കിയടത്ത് ഒരു ഐബാണ്. അങ്ങനെ എന്താക്കിയ നാസിഖൻ അത് നസ്ഖ് ചെയ്തതാക്കി മാറ്റി. അപ്പൊ ഇന്നഹു നിശ്ചയമായിട്ടും ഈ പറഞ്ഞത് മുഖാലിബുൽ ഇസ്തിലാഹിന് എതിരുമാണ് താനും. വകാനു തവസ്സവി അതിൽ മുമ്പൊരു വിശാലത കാണിച്ചതുപോലെയും ഉണ്ട് എന്നതാണ്. വലാ നസ്ഖ ബിൽ ഇജ്മാഇ ഇജ്മാ കൊണ്ടും നസ്ഖില്ല എന്നാണ്.
ഇജ്മാ കൊണ്ടും അഖില് കൊണ്ടും ഇവിടെ എന്തില്ല, നസ്ഖ് ചെയ്യലില്ല. എന്താ കാരണം? ലഅന്നഹു ഇന്നമാ യൻഅഖദു ബഅദ വഫാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി വഫാത്തായതിനു ശേഷമല്ലേ ഇജ്മാ മുൻഅഖിദാകുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ നസ്ഖ് ഉണ്ടാവണില്ല. കമാ ശയഅതി, അത് വരുന്നുണ്ട് പറയല്. കാരണം ഇത് ഫി ഹയാത്തിഹിൽ ഹുജ്ജത്തു, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതാണ് ഹുജ്ജത്ത്. ഫി ഖൗലി, നബിന്റെ വാക്കിലുള്ളതാണ് ഹുജ്ജത്ത്. ദൂനഹും, ഇജ്മാന്റെ അഹ്ലുകാരെ കൂടാതെ. അപ്പൊ അലാ നസ്ഖ ബഅദ വഫാത്തിഹി, നബി വഫാത്തായതിനു ശേഷം നസ്ഖില്ലല്ലോ എന്നുള്ളതാണ്. വലാകിൻ മുഖാലഫതുഹും, എങ്കിലും അവർ എതിരാവുന്നത് അയൽ മുജ്മിഈനാലിൻ നസ്സി, നസ്സിനെ അവരുടെ എതിരാവൽ, നസ്സിനുള്ള എതിര്. ഫീമാ ദല്ല അലൈഹി, ഏതൊന്നിന്റെ മേലാണോ അത് അറിയിച്ചതെങ്കിൽ അക്കാര്യത്തിൽ നസ്സുണ്ട്. ആ നസ്സിനോട് അവര് ഒരുമിച്ച് കൂടിയാണ് മുജ്മിഈൻ. ആ നസ്സിനെ ഇജ്മാ ചെയ്ത ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരുടെ എതിരാവൽ എന്ത്? തതളമ്മന നാസിഖൻ ലഹു, ആ നസ്സിനെ നസ്ഖ് ചെയ്യുന്നതാണ് എന്നുള്ളത് ഉൾപ്പെടുത്തി. വഹുവ മുസ്തനദ് ഇജ്മാഇഹിം, അതാണെങ്കിലോ അവരുടെ ഇജ്മാഅുടെ മുസ്തനദാണ് താനും. അങ്ങനെ വരുമ്പോൾ ആ നസ്സിനെ അവരെന്തായി ദുർബലപ്പെടുത്തുന്നവരായി ഇവിടെ ഇജ്മാഇന്റെ എതിർ. അപ്പോ മുജ്മിഈകള് നസ്സിനോട് എതിരാവുക എന്നുള്ളത് എന്താ? നസ്സിനെ ദുർബലപ്പെടുത്താൻ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. വയജൂസു അല സഹീഹി, സഹീഹായ. അപ്പൊ ഇജ്മാ കൊണ്ടും അഖ്ല് കൊണ്ടും നസ്ഖില്ല എന്ന് പറഞ്ഞു. ശറഈയായ ഹുക്മിനെ ഉയർത്തലാണ് നസ്ഖ് എന്ന് പറഞ്ഞു, ഖിതാബ് കൊണ്ട്. അപ്പൊ അഖ്ല് നോക്കിയാൽ ഇജ്മാ കൊണ്ട് നസ്ഖ് ചെയ്യലുള്ളതാനും. പിന്നെ നസ്സിനോട് അവരൊക്കെ എതിരാവുക എന്നുള്ളത് നസ്സിനെ നസ്ഖ് ചെയ്യുക എന്നതിനെ ഉൾപ്പെടുത്തലുമാണ് നാം പറഞ്ഞത്. ബലപ്പെട്ട അഭിപ്രായ പ്രകാരം നസ്ഖ് ബഅദൽ ഖുർആനി, ഖുർആനിൽ ചിലത് തിലാവത്തൻ ഓത്തിനെ ദുർബലപ്പെടുത്തും, ഹുക്മ വിധിയെയും ഉൾപ്പെടുത്തും. അല്ലെങ്കിൽ അവഅദഹുമ ഫഖത്ത്, രണ്ടിൽ ഒന്നിനെ മാത്രം ഉൾപ്പെടുത്താം, ഒന്നിനെ ഓത്ത് അല്ലെങ്കിൽ വിധിയെ. ഫഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ലാ യജൂസു നസ്ഖ് ബഅദിഹി, അങ്ങനെ ബഅദ് നസ്ഖ് ചെയ്യാനുള്ള ജായിസാവൂല. കകുല്ലിഹി, അത് മുഴുവത്തിനെയും നസ്ഖ് പോലെ. അൽ മുജ്മഅ അലൈഹി, അതിന്റെ മേലിൽ ഇജ്മാ ആക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ മേൽ ഇജ്മാ ആയതായ കുല്ലിനെ നസ്ഖ് ചെയ്യാൻ പറ്റാത്ത പോലെ ബഅദ് നസ്ഖ് ചെയ്യാൻ പറ്റൂല. ഫഖീല, പറയപ്പെട്ടു, ലാ യജൂസു ഫി ബഅദിൽ ജായിസല്ല നസ്ഖു തിലാവത്തി ദൂനൽ ഹുക്മി, ഹുക്മിനെ കൂടാതെ ഓത്തിനെ നസ്ഖ് ചെയ്യാനില്ല. അക്സും ജായിസല്ല, ഹുക്മിനെ ഓത്തിനെ കൂടാതെ നസ്ഖ് ചെയ്യുക എന്നുള്ളതും ജായിസല്ല. കാരണം അന്നൽ ഹുക്മി എന്നുള്ളത് മദ്ലൂലുൽ ലഫ്ളിന്റെ മാനയാണ്. അപ്പൊ ഫൈദാ ഖുദ്ദിറ ഇന്തിഫാ വഅദിഹിമ, ഹുക്മ് ഇല്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചാൽ ലസിമ ഇന്തിഫാഉൽ ആഖിർ, മറ്റത് ഇല്ല എന്നായല്ലോ. മറ്റേത് പറഞ്ഞാൽ ഓത്തില്ല എന്നായി. ഓത്ത് ഇല്ലാതെ സങ്കല്പിക്കുകയാണ്, ഹുക്മില്ല എന്നും ആയല്ലോ ആണ്. കൊല്ല നമ്മൾ പറയട്ടെ, ഇന്നമാ എൽസമു, നിശ്ചയമായിട്ട് ലാസിമാകും. ഇന്തിഫാ ലാസിമാവുന്നല്ലേ പറഞ്ഞത്. അത് ഇദാ റുഹിയ വസ്ഫു ദലാലത്തി, ദലാലത്തിന്റെ വസ്ഫിനെ സൂക്ഷിക്കപ്പെട്ടാലാണ്. ഒമാനു ഫീഹി, നമ്മളിപ്പോ ഉള്ളത് ലം യുറാ ഫീഹി ദാലിക, അതിൽ വസ്ഫിനെ സൂക്ഷിക്കപ്പെടുക എന്നുള്ളടത്തല്ല, അതില്ല എന്നുള്ളടത്ത. ഫൈന ബഖാൽ ഹുക്മി ദൂനൽ ലഫ്ള്, ലഫ്ള് ഇല്ലാതെ ഹുക്മ് സ്ഥിരപ്പെടുത്തുക എന്നുള്ളത്, ഉണ്ടാവുക എന്നുള്ളത് ലൈസ ബി വസ്ഫിൻ, അത് കൗനിഹി മദ്ലൂലൻ ലഹു, അത് ഹുക്മിന്റെ മദ്ലൂലായിരിക്കുക എന്ന വസ്ഫ് കൊണ്ടല്ല. വഇന്നമാ ഹുവ മദ്ലൂലുൻ ലിമാ ദല്ല അലാ ബഖായിഹി, ആ ഹുക്മ് ഇവിടെ അവശേഷിക്കുന്നു എന്നതിന്റെ മേൽ അറിയിക്കുന്നതിനുള്ള ഒരു മദ്ലൂലാണ് ഇത് എന്നല്ലാതെ ഹുക്മിനെ ഉള്ള മദ്ലൂലാണ് ഈ ലഫ്ള് എന്ന വസ്ഫ് കൊണ്ടല്ല. പിന്നെ വദ്ദിഫാഉൽ ഹുക്മ്, ഹുക്മിനെ ഇല്ലാതെയാക്കുക, ദൂനൽ ലഫ്ള്, ലഫ്ള് ഇല്ലാതെ ഹുക്മ് ഇല്ലാതെയാവുക എന്നുള്ളത് ലൈസ ബി വസ്ഫി കൗനി മദ്ലൂലൻ ലഹു, അതും തന്നെ ലഫ്ളിന് ഇല്ലാതെ ഹുക്മില്ലാതെ, ലഫ്ളില്ലെങ്കിൽ ഹുക്മില്ല എന്നുള്ളത്
ലൈസ ബി വസ്ഫി ഖൗലിഹി, ആ ഹുക്ം ആവുക മദ്ലൂലൻ ലഹു, ലഫ്ളിനുള്ള മദ്ലൂലാവുക എന്ന വസ്ഫുകൊണ്ടല്ല. കാരണം ഫഇന്ന ദലാലതുഹു അലൈഹി, ആ ലഫ്ള് അതിന്റെ മേൽ അറിയിക്കുന്നത് വളഹിയത്തുൻ, അത് വളഹിയല്ലേ, അത് വെച്ചപ്പോൾ ഉള്ളത് തന്നെയല്ലേ. ലാ തസൂലു, അത് നീങ്ങിപ്പോവുകയില്ലല്ലോ എന്നുള്ളതാണ്. വഇന്നമാ യർഫഉ നാസിഖു, നാസിഖ് ഉയർത്തിക്കളയുന്നത് അൽ അമല ബിഹി, അതുള്ള അമലിനെയാണ്, അല്ലാതെ മദ്ലൂലിനെ അല്ലല്ലോ. വഖദ് വഖഅൽ അഖ്സാമു സലാസത, ഈ 3 ഓഹരികളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. റവാ മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട്, കാന ഫീമാ ഉൻസില, ഇറക്കപ്പെട്ട ഒന്നില്, അശറു റളആത്തിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട 10 റളആത്ത്, മുലകുടി 10 റളആത്ത, അതിനെ പറ്റി ഉണ്ട്. പിന്നെന്ത് ചെയ്തു, ഫനുസിഖ്ന ബിഖംസി മഅലൂമാത്ത്, പിന്നെ അറിയപ്പെട്ട 5 എന്നതുകൊണ്ട് 10 എന്തായി, നസ്ഖ് ചെയ്യപ്പെട്ടു. ഫഹാദാ മൻസൂഖ് തിലാവത്തി, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, തിലാവത്തും ഹുക്കുമും നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ, അല്ലെ. അസ്റു റളആത്തി മഅലൂമാത്ത് എന്ന് പറഞ്ഞു കൊടുത്ത്, പിന്നെ എന്ത് ചെയ്തു, ബിഖംസി മഅലൂമാത്ത് ഇത് കൊടുത്തപ്പോ അസ്റു റളആത്തി ഓത്തുമില്ല ഹുക്കുമില്ല. വറവ ശാഫിഈ വഗൈറുഹു അൻ ഉമർ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ അല്ലാത്തവർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു, എന്ത്, ലൗലാ അൻ യഖൂല അന്നാസു സാദ ഉമർ ഫീ കിതാബില്ലാഹി, അള്ളാന്റെ കിതാബിൽ ഉമർ കൂടുതലാക്കി എന്ന് ജനങ്ങൾ പറയൂലായിരുന്നു എങ്കിൽ, ലകതബ്തുഹാ, ഞാൻ എഴുതുമായിരുന്നു, എന്ത്, ഖുർആനിലെ ആ സ്ഥലത്തെ വാക്ക്, അശ്ശൈഖ് വശ്ശൈഖത്തു ഇദാ സനയാ ഫർജുമുഹുമാ അൽബത്തത്തായ, ഫഇന്നാ ഖദ് ഖറഅനാഹാ, നിശ്ചയമായിട്ടും ഇത് ഞങ്ങൾ വായിച്ചിരുന്നു. ഫഹാദാ മൻസൂഖു തിലാവ, ഇത് ഓത്തില്ല ഇവിടെ, അത് ഓത്തിനെ ദുർബലപ്പെടുത്തപ്പെട്ടു. ദൂരൽ ഹുക്മി, ഹുക്ം അവയും ഇന്നും ബാധക. കാരണം അബ്ദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ കൽപ്പനയുണ്ടല്ലോ, ബി റജുബിൽ മുഹ്സിനീൻ, സാരി മുഹ്സിനീകളെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളത്. റവാഹു ഷെയ്ഖാനി, ഇത് ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്തതുമാണ്. ഓഹുമാ, അപ്പോൾ ഇത് രണ്ടും, ഏത്, വഹുമ എന്ന് പറഞ്ഞാൽ ഈ സാരി മുഹ്സിനൈനി എന്നത് അൽ മുറാദു ബിശ്ശൈഖി വശൈഖത്തി, ഷെയ്ഖ് ഷെയ്ഖത്ത് കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നതാണല്ലോ. ഇനി രണ്ടായി, ഇവ മൻസൂഖുൽ ഹുക്മി, ഹുക്മിന് ദുർബലപ്പെടുത്തപ്പെട്ടു, ദൂരത്തിലാവത്തി, ഓത്തിനല്ല, ഓത്തുണ്ട് ഹുക്മില്ല, അത് കസീറും അധികമുണ്ട്. അതിൽപ്പെട്ടതാണ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്ക്, വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാദൻ വസിയ്യത്തൻ ലിഅസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗൽ എന്ന, ഇതാണ് ഒന്ന്. ഇവിടെ ഫനുസിഖ, ഇത് നസ്ഖ് ചെയ്യപ്പെട്ടു ബി ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്ക്, വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാദൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരി വഅശ്റ, ഇലൽ ഹൗലി പോയി അർബഅത അശ്ഹുരി വഅശ്റ എന്നതുകൊണ്ട് ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തു, ഹുക്ം ദുർബലപ്പെടുത്തപ്പെട്ടു, ഓത്ത് അവിടെയുണ്ട്. ലിതഅഖുരിഹി ഫിൻ നുസൂലി അനിൽ അവ്വലി, ആദ്യം ഇറങ്ങിയ ആയത്തിനെ തൊട്ടിത് പിന്നി, അതുകൊണ്ടാണ്. കമാ ഖാല അഹ്ലു തഫ്സീരി, തഫ്സീറിന്റെ അഹ്ലുകാർ പറഞ്ഞതുപോലെ, ഇൻ തഖദ്ദമ ബി തിലാവത്തി, ഓത്തിന് മുന്തി വന്നാലും ഇത് വിധിയിൽ പിന്നി വന്നു. വയജൂസു അല സഹീഹി, സഹീഹായ അഭിപ്രായപ്രകാരം ജായിസാണ് നസ്ഖുൽ ഫീല്, ഫീല് നസ്ഖ് ചെയ്യാം, ഖബ്ല തമക്കുനി മിൻഹു, ആ ഫീല് പ്രവർത്തിക്കാൻ സൗകര്യമാകുന്നതിന് മുമ്പ് തന്നെ ആ പ്രവൃത്തിയെ നസ്ഖ് ചെയ്യാൻ പറ്റും. എങ്ങനെ, ബി അല്ലം യദ്ഖുൽ വഖ്തുഹു, സൗകര്യമാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാല് ബി അല്ലം യദ്ഖുൽ വഖ്തുഹു, അതിന് ചെയ്യേണ്ട സമയം പ്രവേശിക്കുന്നതിന് മുമ്പായി, പ്രവേശിക്കാതിരിക്കാം. അല്ലെങ്കിൽ ദഖല, പ്രവേശിച്ചു, പക്ഷെ വലം യംലി മിൻഹു മാ യസഹു, അത് ചെയ്യാനുള്ള ഒരു ടൈം അതിന് കഴിഞ്ഞിട്ടില്ല, വിശാലമാവുന്നൊരു സമയം കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ വരാം. ഇങ്ങനെ ആവുന്നതിന് മുമ്പ് നസ്ഖ് ചെയ്യാം. വക്കീല പറയപ്പെട്ടു, ലാ യജൂസു ഫീലിന് നസ്ഖ് ചെയ്യാൻ പറ്റൂല, കാരണം ഈ അതിന് ഇസ്തിഗ്റാർ തക്ലീഫ്, ഇവിടെ തക്ലീഫ് ഉറച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കൊല്ല നമ്മൾ പറയും നസ്ഖ് ചെയ്തിരുമ്പോ എന്ത് മതി,
വുജൂദു അസ്ലി തെക്കിലീഫിന്റെ അടിസ്ഥാന ഡയമർ അവിടെ ഉണ്ടല്ലോ. ബിഹി അപ്പൊ എന്താവും? അതുകൊണ്ട് മുൻഗത്തിയാവും. വഖദ് വഖഅ നസ്ഖു ഖബല തമക്കുനി ഫീ ഖിസ്സത്തി ദബീഹി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ പറഞ്ഞ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുന്നിടത്ത് അത് ചെയ്യാൻ സൗകര്യമാകുന്നതിന് മുമ്പ് തന്നെ റിസ്ക് സംഭവിച്ചില്ലേ? കാരണം വൈനൽ ഖലീല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉമിറ ബി ദബീഹി ബിഹി തന്റെ മോനെ അറുക്കണം എന്നൊരു കൽപ്പിക്കപ്പെട്ടു അലൈഹി വസ്സലാത്തു വസ്സലാം. ഖൗലിഹി തആല ഹികായതൻ യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് സുമ്മ നുസ്ഖ ദബ്ബുഹു പിന്നെ അറുക്കൽ ദുർബലപ്പെടുത്തി. എന്നിട്ട് കബല തമക്കുനി മിൻഹു അതിനെ അറുക്കാൻ സൗകര്യമാകുന്നതിന് മുമ്പ് തന്നെ കത്തിവെച്ചു എന്നല്ലേ, പക്ഷെ നമുക്ക് ദുർബലപ്പെടുത്തിയില്ലേ? ഖൗലിഹി തആല അള്ളാഹുവിന്റെ വാക്കുണ്ടല്ലോ ഫദൈനാഹു ബിദബിഹിൻ അലീം ഫദൈനാഹു എന്ന ആയത്ത് ഇവിടെ ഇറക്കിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ ദുർബലപ്പെടുത്തി. അത് തമക്കിന് മുമ്പ് തന്നെ കഴിഞ്ഞൂലേ. പിന്നെ വൈത്തിമാലുമായി നസ്ഖു ഫീഹി ബഅദ തമക്കുനി തമക്കുനിന് ശേഷം അതില് നസ്ഖു ആവാലോ എന്ന ഈത്തിമാല്. അത് ഖിലാഫുൽ ലാഹിരി ലാഹിറിന് എതിരാ മിൻ ഹാലിൽ അംബിയായി അംബിയാക്കളുടെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാവുന്നതിനെതിരാ. ഫീ ഇംതിസാലിൽ അംബി കൽപ്പനക്കുള്ള വഴങ്ങലിൽ അംബിയാക്കളുടെ അവസ്ഥ അങ്ങനെയല്ല. മീ മുബാദറത്തിയും അതെന്തിനാലാണ്? ഇലാ ഫഅൽ മഅമൂർ ബിഹി വഇൻകാന മുവസ്സഅൻ സമയമുണ്ടെങ്കിൽ പോലും അറിയാൻ കൽപ്പിക്കപ്പെട്ടതെന്തോ ആ കാര്യം ചെയ്യുക എന്നുള്ള മുബാദറത്താണ് അംബിയാക്കളുടെ അവസ്ഥ. ഇത്തരം അവസ്ഥകളിൽ നിന്ന് കഴിഞ്ഞത് സൗകര്യപ്പെട്ടതിന് ശേഷം ആവാലെന്ന് എത്തിമാർ ശരിയല്ല. വയജൂസു അല സഹീഹി സഹീഹായ അഭിപ്രായം അനുസരിച്ച് പറ്റും അൻ നസ്ഖ് ചെയ്യാം ഖുർആനിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാം. സുന്നത്തിനെയും ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാം. വക്കീല പറയുന്നു ലാ യജൂസു നസ്ഖു സുന്നത്തി ബിൽ ഖുർആനി ഖുർആൻ കൊണ്ട് സുന്നത്തിന് നസ്ഖ് ചെയ്യാൻ പറ്റൂല. കാരണം ഖൗലിഹി തആല അല്ലാഹു പറഞ്ഞില്ലേ വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം എന്ന്. അപ്പൊ ജഅലഹു മുബയ്യിനൽ ഖുർആനി നബിയിലേക്ക് ഇറക്കപ്പെട്ടത് എന്താ? ഖുർആനെ വ്യാഖ്യാനിക്കുന്നതാക്കിയതാ. പിന്നെ എങ്ങനെ ഖുർആൻ കൊണ്ട് സുന്നത്ത് നസ്ഖ് ചെയ്യാം? അപ്പൊ വലായകുൽ ഖുർആനു മുബയ്യിനലി സുന്നത്തി സുന്നത്തിനെ വ്യാഖ്യാനിക്കുന്ന ഖുർആൻ എന്നാവൂലെ? അതിന് യാതൊരു തടസ്സവും ഇവിടെ ഇല്ലല്ലോ. ലിഅന്നഹുമാ നിശ്ചയമായിട്ടോ രണ്ടും മിൻ ഇൻദില്ലാഹി തആല അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഖുർആൻ സുന്നത്തും വമാ യന്തിഖു അനിൽ ഹവാദല്ല ഖുർആൻ പറഞ്ഞത്. വയദുല്ലു അലൽ ജവാസി അത് പറ്റുമെന്ന് അറിയിക്കുന്നുണ്ടല്ലോ. ഖൗലുഹു തആല അല്ലാഹുവിന്റെ വാക്കെന്നെ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ അതോടെ അറിയിക്കുന്നുണ്ടല്ലോ. വഇൻ ഖുസ്സ മിൻ ഉമൂമിഹി അതിന്റെ ഉമൂമിൽ നിന്ന് തഖ്സീസാക്കപ്പെട്ടു. മാ ഒന്ന് നുസിഖ അതിനെ നസ്ഖ് ചെയ്യപ്പെടുന്നു. ബിഗൈരി ഖുർആനി ഖുർആൻ അല്ലാത്തത് കൊണ്ട് നസ്ഖ് ചെയ്യപ്പെടുന്നു. ഉമൂമിൽ ഖാസാക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഉണ്ടെങ്കിലോ അങ്ങനെയാണല്ലോ അറിയിക്കുന്നത്. അപ്പൊ സുന്നത്തിനെ നസ്ഖ് ചെയ്യാൻ പറ്റും ഖുർആൻ കൊണ്ട് നോക്കാം. വയജൂസു അല സഹീഹി സുന്ന അല സഹീഹി സഹീഹായ അഭിപ്രായം അനുസരിച്ച് പറ്റും അന്നസ്ഖു ബി സുന്നത്തി സുന്നത്ത് കൊണ്ട് മുത്തവാത്തിറത്തൻ ഔ ആഹാദൻ അത് ഒറ്റപ്പെട്ട ഹദീസാവട്ടെ മുത്തവാത്തിറായ ഹദീസാവട്ടെ എന്താവട്ടെ അത് രണ്ട് വന്നാലും അതുകൊണ്ടൊക്കെ നസ്ഖ് ചെയ്യാം. ഖുർആൻ നസ്ഖ് ചെയ്യാനും പറ്റും. വഖീല ലാ യജൂസ പറ്റൂല. ഖൗലിഹി തആല അല്ലാഹു പറഞ്ഞില്ലേ ഖുൽ മാ യകൂനു ലീ അൻ നുബദ്ദിലഹു മിൻ തിൽഖായി നഫ്സി എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ പറ്റുക? വനസ്ഖു ബി സുന്നത്തി സുന്നത്ത് കൊണ്ട് ഇവിടെ ഖുർആൻ നസ്ഖ് ചെയ്യാൻ തബ്ദീലല്ലേ, അത് മാറ്റിമറിക്കലായി വരൂലേ? കൊല്ല നമ്മൾ മറുപടി ലൈസ തബ്ദീല മിൻ തിൽഖായി നഫ്സി അത് നബിന്റെ ഭാഗത്ത് സ്വന്തം ഒരു തബ്ദീലല്ല. അത് അമാ യന്തിഖു അനിൽ ഹവാ എന്നാ വയദുല്ലു അലൽ ജവാസി അങ്ങനെ പറ്റുന്നതിൽ ലക്ഷ്യമുണ്ടല്ലോ. ഖൗലുഹു തആല അല്ലാഹുവിന്റെ വാക്ക് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം എന്നുള്ളതാ. അപ്പോ സുന്നത്ത് കൊണ്ട് ഖുർആൻ നസ്ഖ് ചെയ്യാലോ. വഖീല പറയപ്പെട്ടിട്ടുണ്ട് യംതനിഉ നസ്ഖുൽ ഖുർആൻ ബിൽ ആഹാദ് ആഹാദിന്റെ ഹദീസുകളെ കൊണ്ടൊക്കെ ഖുർആൻ നസ്ഖ് ചെയ്യുന്നത് പാടില്ല. ലിഅന്നൽ ഖുർആൻ മഖ്തു ഉറപ്പുള്ളതാണ്. ആഹാദ് മദ്ലൂലല്ലേ എന്നാ.
അപ്പൊ ലന്നിനെ മക്കത്തൂൻ എങ്ങനെ നിസ്ക് ചെയ്യാൻ പറ്റും? മക്കത്തൂൻ നിർത്തല്ലേ ചെയ്യാന്ന്. കൊല്ല നമ്മൾ പറയുന്നത് മഹല്ലുൻ നസ്ഖിന്റെ മഹല്ല് എന്ന് പറഞ്ഞ ഹുക്കുമാണ്. അപ്പൊ ദലാലത്തുൽ ഖുർആനി അലൈഹി, ഹുക്കുമിന്റെ മേലില് ഖുർആൻ അറിയിക്കുന്നതിൽ ലന്നിയല്ലേ അതാണ്. അപ്പൊ ശരിയായല്ലോ. വൽഹഖു ലം യഖഅ നസ്ഖുൽ ഖുർആനി ഇല്ലാ ബിൽ മുതവാത്തിറത്തി, മുതവാത്തിറായ ഹദീസുകൾ കൊണ്ടല്ലാതെ ഖുർആൻ നിസ്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ള യഥാർത്ഥം. വക്കീല അവിടെ പറയപ്പെടുന്നുണ്ട് വക്കാബിൽ ആഹാദി, ആഹാദ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. ഹദീസ് തുർമുദി വൈരിഹി, തുർമുദി ഇമാമിന്റെയും അല്ലാതെ ഹദീസ് പോലെ ലാ വസിയ്യത്താലി വാരിസിൻ, വാരിസിന് വസിയ്യത്തില്ലാതെ. ഫൈൻഡുഹു, ഇത് നാസിഖുൽ ഖൗലിഹി തആല കുതിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറുൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖറബീൻ എന്നതിനെ നസ്ഖ് ചെയ്യുന്നതാണല്ലോ ലാ വസിയ്യത്തലി വാരിസിൻ എന്നുള്ളത് എന്ന്. അപ്പൊ അങ്ങനെ ആഹാദാണല്ലോ ഈ ഹദീസ്. ലാ വസിയ്യത്തലി വാരിസ് ഒറ്റപ്പെട്ട ഹദീസല്ലേ, മുതവാത്തിറല്ല, ഉണ്ടല്ലോ ആയിപ്പോ. കൊല്ല നമ്മൾ പറയുന്നു ലാ നുസല്ലിമു, അത് സമ്മതിക്കാൻ തയ്യാറില്ല. അത് തവാത്തിരി ദാലിക, നമ്മൾ സമ്മതിക്കൂല എന്ത്, അത് തവാത്തിറല്ല അതുപോലത്തതൊക്കെ. ആർക്ക്? ലിൽ മുജ്തഹിദീന അൽ ഹാക്കിമീന ലിൻ നസ്ഖി, നസ്ഖ് കൊണ്ട് വിധിക്കുന്ന മുജ്തഹിദങ്ങളായ ആളുകൾക്ക് ഇത് ഇലാ വസിയ്യത്ത ലി വാരിസിൻ എന്ന് പോലത്തത് തവാത്തുർ അല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം ഖുർബിഹിം, ഈ മുജ്തഹിദുകളൊക്കെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലവുമായി വലിയ അടുത്താണ്. അവന് തവാത്തിറില്ലാന്ന് എങ്ങനെ പറയും? അത് ശരിയല്ല, പൊളിഞ്ഞു എന്നർത്ഥം. ഇങ്ങനെയൊക്കെയാണ് നസ്ഖിന്റെ കോലം. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ തൽക്കാലം നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ തുടരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ജംഇന്റെ 30ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുന്നത്. ഖാല ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹൈസു വഖഅ നസ്ഖുൽ ഖുർആനി ബിസുന്നത്തി ഫമഅഹ ഖുർആനുമ, സുന്നത്ത് കൊണ്ട് ഖുർആന്റെ നസ്ഖ് സംഭവിച്ചിടത്ത് മനസ്സിലാക്കാനുള്ളത് ഫമഅഹ ഖുർആനുൻ, അതോടൊപ്പം, അതായത് സുന്നത്തോടൊപ്പം ഖുർആനുണ്ട്. ആളിദുൻ ലഹ, സുന്നത്തിനെ ശക്തിപ്പെടുത്തുന്നത്. യുബയ്യിനു തവാഫുഖൽ കിതാബി വ സുന്ന, അപ്പൊ കിതാബും സുന്നത്തും നസ്ഖിന്റെ കാര്യത്തിൽ യോജിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കി തരുന്ന രീതിയിൽ ഖുർആൻ സുന്നത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒന്ന് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഖുർആനിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്ത് സംഭവിച്ചെടുത്ത്. ഔ നസ്ഖ് സുന്നത്തി, അല്ലെങ്കിൽ സുന്നത്തിന് നസ്ഖ് സംഭവിച്ചെടുത്ത്. ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ട് സംഭവിച്ചു നസ്ഖ്. ഫമഅഹു, അപ്പൊ ഖുർആനോടുകൂടെ സുന്നത്തുണ്ട്. ആളിദത്തുൻ ലഹു, ഖുർആനെ ശക്തിപ്പെടുത്തുന്നത്. തുബയ്യിനു തവാഫുഖൽ കിതാബി വ സുന്നത്തി, ഖുർആൻ സുന്നത്ത് ഇത് രണ്ടും നസ്ഖിന്റെ കാര്യത്തിൽ യോജിക്കുന്നു എന്നതിനെ വ്യക്തമാക്കി തരുന്ന രീതിയിൽ ശക്തിപ്പെടുത്തുന്ന സുന്നത്ത് അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഖുർആൻ കൊണ്ട് സുന്നത്തിന് നസ്ഖ് ചെയ്യുമ്പോൾ, പിന്നെ സുന്നത്ത് കൊണ്ട് ഖുർആന് നസ്ഖ് സംഭവിച്ച് വന്നിടത്ത് മനസ്സിലാക്കാനുള്ളത്, ഖുർആനും സുന്നത്തും നസ്ഖ് ചെയ്യുന്ന വിഷയത്തിൽ സുന്നത്തിനെ ശക്തിപ്പെടുത്തുന്ന ഖുർആൻ വാക്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഹാദാ ഫഹിമഹുൽ മുസന്നിഫു മിൻ ഖൗലിൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഫി റിസാലത്തി, റിസാലയിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കിൽ നിന്ന് നമ്മുടെ ജംഇന്റെ മുസന്നിഫ് മനസ്സിലാക്കിയെടുത്തതാണ് ഇവിടെ ഈ പറഞ്ഞത്. എന്താ റിസാലയിൽ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്? ലാ യൻസഖു കിതാബല്ലാഹി ഇല്ലാ കിതാബുഹു, അള്ളാന്റെ കിതാബിനെ നസ്ഖ് ചെയ്യുക അള്ളാന്റെ കിതാബ് അല്ലാതെ ഇല്ല. സുമ്മ ഖാൽ, പിന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹാകദ, ഇതുപോലെ തന്നെയാണ് സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ സുന്നത്തും. ലാ യൻസഖുഹാ ഇല്ലാ സുന്നത്തുഹു, നബിയുടെ സുന്നത്തിനെ നബിയുടെ സുന്നത്തല്ലാതെ നസ്ഖ് ചെയ്യൂല. ഇങ്ങനെയാണ് ഇമാം ഷാഫിഈ തങ്ങൾ റിസാലയിൽ പറഞ്ഞത്. അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ് ജമ്മിൽ നമ്മൾ മുകളിൽ ഉദ്ധരിച്ചത്.
നമ്മുടെ ഇമാം അവറുകൾ മനസ്സിലാക്കിയെടുത്തത്. വലൗ അഹദസല്ലാഹു ഫീ അംരിൻ, ഒരു കാര്യത്തിൽ അള്ളാഹു ഇറക്കിയാൽ, പുതുതായൊരു നിയമം ഇറക്കി, വൈറ മാസന്ന ഫിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ആ കാര്യത്തൊരു ചര്യ ഉണ്ടായിരുന്നു, നബി ചെയ്തൊരു ചര്യ അവിടെ ഉണ്ട്, ആ ചര്യ അല്ലാത്തൊരു പുതിയൊരു ചര്യയാണ് അള്ളാഹു തആല നിയമം ഇറക്കിയത്. ലസന്ന റസൂലുഹു, റസൂലുള്ള ചര്യയാക്കി, മാ അഹദസല്ലാഹു, അള്ളാഹു തആല എന്താണ് പുതുതായി ഇറക്കിയത് അതാ ചര്യയാക്കുക. ഹത്താ യുബയ്യിന ലിന്നാസി, എന്തിന്? ജനങ്ങൾക്ക് റസൂലുള്ള മനസ്സിലാക്കി കൊടുക്കുവാനും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടി, അന്നലഹു, നിശ്ചയമായിട്ടും അതിനുണ്ട്, സുന്നത്തൻ നാസ്ഖത്തൻ ലി സുന്നത്തിഹി, ഒരു സുന്നത്തിനെ നസ്ഖ് ചെയ്യുന്ന മറ്റൊരു സുന്നത്ത് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഒന്നും കൂടി പറഞ്ഞാൽ, ഐ മുവാഫിഖത്തലിൽ കിതാബിൻ നാസിഖി ലഹ, സുന്നത്തിനെ നസ്ഖ് ചെയ്യുന്ന കിതാബിനോട് യോജിക്കുന്ന രീതി സുന്നത്ത് ഇവിടെ ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കുക എന്നതാണ് ഇവിടെ ഈ പറഞ്ഞതിനും ലിസ എന്നൊക്കെ മനസ്സിലാക്കി ഇമാം ഇവിടെ നമുക്ക് വ്യക്തമാക്കി തന്നത്. അങ്ങനെ പറയാൻ കാരണം, അതായത് നബി തങ്ങൾ അങ്ങനെ ചര്യയാക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അള്ളാഹ് അങ്ങനെ പുതിയ നിയമം ഇറക്കിയാൽ ഇത് ലാ ശക്ക ഫീ മുവാഫഖത്തിഹി ലഹു, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് യോജിക്കുക എന്ന കാര്യം സംശയമില്ലല്ലോ. അതിന് ഉദാഹരണം പറഞ്ഞാൽ, കമാ ഫീ നസ്ഖി തവജ്ജുഹി ഫി സ്വലാത്തി ഇലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കാരത്തിൽ തിരിയണം, ആദ്യത്തെ ഖിബല അതായിരുന്നല്ലോ, അങ്ങനെ തിരിഞ്ഞ് നിസ്കരിക്കുക. അസാബിത്തി, അങ്ങനെ തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ള സ്ഥിരപ്പെട്ടതായിരുന്നല്ലോ ബിഫിഇലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ പ്രവൃത്തി കൊണ്ട്. അതായിരുന്നു നബിയുടെ ആദ്യത്തെ ചര്യ. ആ ചര്യയായിരുന്നു നബി ആക്കി വെച്ചിരുന്നത്, അതിനെ ദുർബലപ്പെടുത്തി. അപ്പൊ അതല്ലാത്തൊരു ചര്യ അല്ലാഹു തആല ആയത്തിറക്കി ഇതിനെ ദുർബലപ്പെടുത്തി. എന്തായത്ത്? ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് ആ തവജ്ജുഹിനെ നസ്ഖ് ചെയ്തു. ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദുൽ ഹറാം, ഇനി നിങ്ങൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ള വാക്ക് അല്ലാഹു തആല ഇറക്കി. ഫഖദ് ഫഅലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്തു. ഇവിടെ ഇപ്പം എന്തേ ഉണ്ടായത്? നബി തങ്ങൾ ചെയ്ത ആദ്യത്തെ ചര്യയാണ് തവജ്ജുഹ് ഇലൽ ബൈത്തുൽ മുഖദ്ദസ്, അതിനെ നസ്ഖ് ചെയ്തു. ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഖൗല്, അവ ഖുർആൻ കൊണ്ട് സുന്നത്തിനെ നസ്ഖ് ചെയ്തു. അങ്ങനെ ഉണ്ടായല്ലോ. എന്നതുപോലെ തന്നെ സുന്നത്തിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യുന്ന ഒന്ന്, ഖുർആൻ സുന്നത്തിനെ നസ്ഖ് ചെയ്യുന്ന രീതിയിൽ യോജിക്കുക എന്നുള്ള സുന്നത്ത് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് അങ്ങനെ പറയാനുള്ളത്. വഹാദൽ ഖിസ്മു ലാഹിറുൻ ഫിൽ ഫഹ്മി വൽ വുജൂദി, വഹാദൽ ഖിസ്മ എന്ന് പറഞ്ഞാല് ഖുർആൻ കൊണ്ട് സുന്നത്തിനെ നസ്ഖ് ചെയ്യുക എന്നതാണ് ഹാദൽ ഖിസ്മ. ഇത് പ്രകടമായതാണ്, വെളിവായതാണ്, മനസ്സിലാക്കാൻ എളുപ്പം കഴിയും. മനസ്സിലാക്കുന്ന കാര്യത്തിലും അങ്ങനെ നസ്ഖ് സംഭവിച്ച കാര്യത്തിലും എളുപ്പമുള്ളതാണ് ഈ പറഞ്ഞ ആയത്തെ ഖിസ്മ എന്നർത്ഥം. വുജൂദ് വുഖൂ എന്നതാണ്, അതായത് ഖുർആൻ കൊണ്ട് സുന്നത്ത് സംഭവിച്ചു. എങ്ങനെ? സുന്നത്തിൽ നിന്ന് നസ്ഖ് ചെയ്യുന്നതിനോട് ശക്തിയുള്ളതോടൊപ്പം തന്നെ ഖുർആൻ കൊണ്ട് സുന്നത്തിനെ നസ്ഖ് ചെയ്യുന്ന കാര്യം സംഭവിച്ചു എന്ന കാര്യത്തിലും ഈ ഉദാഹരണം മനസ്സിലാക്കാൻ കഴിയും. വലവ്വലു, ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാമോ? സുന്നത്ത് കൊണ്ട് ഖുർആൻ നസ്ഖ് ചെയ്യുക, അതാണ് ആദ്യം പറഞ്ഞത്. സുന്നത്ത് കൊണ്ട് ഖുർആനെ നസ്ഖ് ചെയ്യുക എന്നുള്ളത് മഹമൂലൻ അലൈഹി, അത് മഖീസ് അലൈഹിയുടെ മേൽ ചുമത്തപ്പെടേണ്ടതാണ്. എന്താണ്? സുന്നത്ത് കൊണ്ട് ഖുർആൻ നസ്ഖ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ മഖീസ് അലൈഹി എന്തായിരിക്കും? ഖുർആൻ കൊണ്ട് സുന്നത്തിനെ നസ്ഖ് ചെയ്യാനോ അതിമേക്ക് ഖിയാസാക്കിക്കൊണ്ട് സുന്നത്ത് കൊണ്ട് ഖുർആൻ എന്താവുക? നസ്ഖ് ചെയ്യുക. ഇത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ മഖീസ് അലിയുടെ മേൽ ചുമത്തപ്പെടേണ്ടതും മുഹ്താജുൻ ഇലാ ബയാനി വുജൂദിഹി, അങ്ങനെ നസ്ഖ് സംഭവിച്ചു എന്നതിനെ വ്യാഖ്യാനിക്കുന്നതിലേക്ക് ആവശ്യമാകുന്നതുമാണ് എന്നതാണ് ഇവിടൊക്കെ ചർച്ച. വയകൂനുൽ മുറാദു മിൻ സദ്രി കലാമി ശാഫിഈ, അപ്പൊ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു റിസാലയിൽ തന്റെ കലാമിന്റെ തുടക്കത്തിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താകും? എന്താ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? സദ്റുൽ കലാമില് ബഹുമാനപ്പെട്ടവിടെ പറഞ്ഞല്ലോ, എന്ത്? കിതാബിനെ കിതാബ് കൊണ്ടും സുന്നത്തിനെ സുന്നത്ത് കൊണ്ടും നസ്ഖ് ചെയ്യുമ്പോൾ അവിടെ ഇന്നതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നല്ലേ? അതിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് അന്നഹു, നിശ്ചയമായിട്ടും കാര്യം നസ്ഖുൽ കിതാബ്, കിതാബ് നസ്ഖ് ചെയ്യുക എന്നുള്ളത് സംഭവിച്ചിട്ടില്ല.
ഇല്ലാ ബിൽ കിതാബി കിതാബ് കൊണ്ടല്ലാതെ സംഭവിച്ചിട്ടില്ലല്ലോ. വൈങ്കാന സമ്മ സുന്നത്തുൻ നാസ്ഖത്തുൻ ലഹു കിതാബിനെ നസ്ഖ് ചെയ്യുന്ന സുന്നത്ത് അവിടെ ഉണ്ടെങ്കിലും സംഭവിച്ചത് കിതാബ് കൊണ്ട് തന്നെയാണ്. വല നസ്ഖു സുന്നത്തി ഇല്ലാ ബി സുന്നത്തി സുന്നത്തിനെ സുന്നത്ത് കൊണ്ടല്ലാതെ നസ്ഖ് സംഭവിച്ചിട്ടില്ല. വൈങ്കാന സമ്മ കിതാബുൻ നാസിഖുൻ ലഹ സുന്നത്തിനെ നസ്ഖ് ചെയ്യുന്ന കിതാബ് അവിടെ ഉണ്ടെങ്കിലും എന്നതാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല കലാം എന്ന് മനസ്സിലാക്കപ്പെടുക. ഐ ലം യകഇൻ നസ്ഖു ലികുല്ലി മിൻഹുമാ ഈ കിതാബ് സുന്നത്ത് ഇവരെല്ലാത്തിനും നസ്ഖ് സംഭവിച്ചിട്ടില്ല. ബിൽ ആഖരി മറ്റൊന്നുകൊണ്ട് ഇല്ലാ വമഅഹു അതിന്റെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ കിതാബിനെ കിതാബ് കൊണ്ട് സുന്നത്തിന് സുന്നത്ത് കൊണ്ട് അങ്ങനെയാണ്. മസറുൽ മൻസൂഖി നസ്ഖ് ചെയ്യപ്പെടുന്നത് മിസ്റുൽ മൻസൂഖി നസ്ഖ് ചെയ്യപ്പെടുന്നത് പോലോത്തത് ആളിദുൻ ലഹു ആ മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നതാണല്ലോ. വലം അങ്ങനെ മനസ്സിലാക്കുക. വലം യുബാലിൽ മുസന്നിഫു മുസന്നിഫ് കാര്യമാക്കിയില്ല. ഫീ ഹാദല്ലദീ ഫഹിമഹു മുസന്നിഫ് മനസ്സിലാക്കിയെടുത്ത ഈ വിഷയത്തിലും വഹക്കാഹു അൻഹു ഇമാം ഷാഫി തങ്ങളെ തൊട്ട് മുസന്നിഫ് ഉദ്ധരിച്ചതിലും എന്തുകൊണ്ട് കാര്യമാക്കിയില്ല? ബി കൗനിഹി എതിരാണ്. ബി കൗനിഹി അത് ഖിലാഫ മാ ഹക്കാഹു ഗൈറുഹു മിനൽ അസ്ഹാബി അൻഹു ഇമാം ഷാഫിയെ തൊട്ട് ശിഷ്യന്മാർ ഈ കാര്യത്ത് ചെയ്ത ഒരു വിഷയമുണ്ട്, അതിനോട് എതിരാണ് എന്നൊരു കാര്യം എന്തായിട്ടില്ല മുസന്നിഫ് ഇവിടെ കാര്യമാക്കിയിട്ടില്ല. എന്താ അസ്ഹാബിനൊക്കെ ഈ കാര്യം ചെയ്തത്? മിൻ അന്നഹുല തൻസഖുൻ സുന്നത്തു സുന്നത്തിനെ നസ്ഖ് ചെയ്യുക എന്നുള്ളത് ഇല്ല. ബിൽ കിതാബ് കിതാബ് കൊണ്ട് ഈ അഹദിൽ ഖൗലൈനി രണ്ടാലൊരു ഖൗലിൽ കിതാബ് കൊണ്ട് സുന്നത്തിനെ നസ്ഖ് ചെയ്യപ്പെടൂല എന്നുള്ളതാ. ഒരേ കിതാബോ കിതാബിനെ നസ്ഖ് ചെയ്യപ്പെടൂല ബി സുന്നത്തി സുന്നത്ത് കൊണ്ട്. ഖീല പറയപ്പെട്ടു ജസ്മൻ അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്, അതിൽ അഭിപ്രായമില്ലാതെ. വക്കീല പറയപ്പെടുന്നു ഫി അഹദിൽ ഖൗലൈനി രണ്ടാലൊരു ഖൗലിൽ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നസ്ഖിനെ കുറിച്ച് ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട് ഇമാം ഷാഫിയെ തൊട്ട് ആര് ശിഷ്യന്മാർ. എന്നാ ആ കാര്യം അതിനോടെതിരാണ് ഇമാം അവറുകൾ മനസ്സിലാക്കി ഇവിടെ പറഞ്ഞത് എന്നുള്ളത് പരിഗണിക്കുകയോ കാര്യമാക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അത് രണ്ടിന്റെയും ഇടയിൽ വൈരുദ്ധ്യമില്ലാത്തത് കൊണ്ടാണ്. അതൊക്കെ തഅ്വീൽ ചെയ്തുകൊണ്ട് ശരിപ്പെടുത്താനേ ഉള്ളൂ എന്നർത്ഥം. സുമ്മഖ്തലഫു പിന്നെ ഇവരൊക്കെ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായ വ്യത്യാസമായത് അങ്ങനെ ഇല്ല എന്ന് ശിഷ്യന്മാർ പറഞ്ഞെങ്കിൽ അവരൊക്കെ അഭിപ്രായത്തിലും വിഭിന്നമായതും എന്തിലാണ്? ഹൽ ദാലിക ബിസ്സംഇ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്ത് കിതാബ് കൊണ്ട് സുന്നത്തിനെ നസ്ഖ് ചെയ്യൽ ജായിസ് അല്ല, അല്ലെങ്കിൽ സുന്നത്ത് കൊണ്ട് കിതാബിനെ നസ്ഖ് ചെയ്യൽ ജായിസ് അല്ല. ഇതാണ് ദാലിക്കയുടെ മുഷാറിലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ബിസ്സംഇ കേൾവി പ്രകാരമായി സംഭവിച്ചിട്ടുണ്ടോ? ഫലം യഖ് ഇല്ല സംഭവിച്ചിട്ടില്ല. അവബിൽ അഖ്ലി അല്ലെങ്കിൽ അഖ്ലി പ്രകാരം അങ്ങനെ നസ്ഖ് സംഭവിച്ചിട്ടുണ്ടോ? ഫലം യജുസ് അത് ജായിസുമല്ല. എന്നാ വഖാല ബികുല്ലി മിൻഹുമാ അഖ്ലി കൊണ്ട് നസ്ഖ് സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ സമഉ കൊണ്ട് നഖ്ല് സംഭവിച്ചിട്ടില്ല എന്ന് ഓരോന്നുകൊണ്ടും ബഅദ് പറഞ്ഞിട്ടുണ്ട്. വബഅദുൻ ഇസ്തഅലമ ദാലിക മിൻഹു അതിൽ നിന്ന് ഈ പറഞ്ഞതിനെ ചില ആളുകൾ ഗൗരവമായി കാണുകയും ചെയ്തു. ഗൗരവമായിട്ട് അങ്ങനെ പാടില്ല, നസ്ഖ് പാടില്ല എന്ന് ഈ പറഞ്ഞതിനെ ഗൗരവമായിട്ട് കിട്ടാൻ കണ്ടിട്ടുണ്ട്. എന്താ കാരണം? സുന്നത്തിനെ കിതാബിനെയും കിതാബ് കൊണ്ട് സുന്നത്തിനെയും നസ്ഖ് ചെയ്ത കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പാടില്ല, നസ്ഖ് പാടില്ല, കിതാബിനെ സുന്നത്ത് കൊണ്ടും സുന്നത്തിനെ കിതാബ് കൊണ്ടും എന്ന് പറഞ്ഞ ആ മറ്റ് ഗൗരവമായി തന്നെ കണ്ടിട്ടുണ്ട്. കമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതുപോലെ വമാ ഫഹിമുൽ മുസന്നിഫു അൻഹു ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ ഖൗലയും തൊട്ട് മുസന്നിഫ് മനസ്സിലാക്കിയെടുത്ത ഒന്ന് ദാബിഉൽ ലിമഹല്ലിൽ ഇസ്തിഗ്ലാമി അതാ ഇസ്തിഗ്ലാമിന്റെ മഹല്ലുണ്ട്, ആ മഹല്ലിനെ ആ ഇസ്തിഗ്ലാമിന്റെ മഹല്ലിനെ തടുക്കാൻ ചെയ്തതാ. ഇസ്തിഗ്ലാമിന്റെ മഹല്ല് എന്താണ്? ഇവ രണ്ടിൽ നിന്നുള്ള എല്ലാത്തിനെയും എല്ലാം മറ്റൊന്നിനെ നസ്ഖ് ചെയ്യൽ ഇല്ല എന്നുള്ളതാണ് വിധി. ആ വിധിയെ അതാണ് മഹല്ല്. ആ മഹല്ലെ തടുക്കാൻ വേണ്ടിയാണ് മുസന്നിഫ് അവറുകൾ ഇവിടെ മനസ്സിലാക്കി നമുക്ക് തന്നത്. വസക്കത്ത മുസന്നിഫ് അടങ്ങി.
അൻ നസ്ഖി സുന്നത്തി ബി സുന്നത്തി, സുന്നത്തിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യുക എന്ന കാര്യത്തെക്കുറിച്ച് മിണ്ടിയില്ല. എന്തുകൊണ്ട്? ലിൽ ഇൽമി ബിഹി, ആ കാര്യം ഇവിടെ അറിയാം. മിൻ നസ്ഖിൽ ഖുർആനി ബിൽ ഖുർആനി, ഖുർആനിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാമെന്ന് അറിഞ്ഞല്ലോ. അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ അറിയാലോ സുന്നത്തിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യും. അപ്പൊ വ്യക്തമായി അത് പറയണ്ട. അറിഞ്ഞതുകൊണ്ട് പിന്നെ എടുത്തു പറയുന്നത് പിന്നെ കൂടുതലായി പോകുമല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഫയജൂസു നസ്ഖുൽ മുത്തവാത്തിറത്തി, മുത്തവാത്തിറായി വന്ന ഹദീസിനെ നസ്ഖ് ചെയ്യാലോ. ബിമിസ്ലിഹ, ആ മുത്തവാത്തിറായത് കൊണ്ട് തന്നെ. വൽ ആഹാദ്, ആഹാദിന് നസ്ഖ് ചെയ്യാൻ പറ്റും. ബിമിസ്ലിഹ, അതുപോലത്തത് കൊണ്ട്. വബിൽ മുത്തവാത്തിറത്തി, മുത്തവാത്തിറായത് കൊണ്ടും ആഹാദ് നസ്ഖ് ചെയ്യാം. വകദൽ മുത്തവാത്തിറത്തു ബിൽ ആഹാദി, ആഹാദ് കൊണ്ട് മുത്തവാത്തിറിനെയും എന്ത് ചെയ്യാം? നസ്ഖ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയല്ല. സുന്നത്തിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയെടുത്താൽ മുത്തവാത്തിറായ ഹദീസിനെ അതുപോലത്തെ മുത്തവാത്തിർ കൊണ്ടും, ആഹാദായി വന്ന ഹദീസിന് അതുപോലത്തത് കൊണ്ടും മുത്തവാത്തിർ കൊണ്ടും, മുത്തവാത്തിറിന് ആഹാദായ ഹദീസ് കൊണ്ടൊക്കെ എന്ത് ചെയ്യാം? നസ്ഖ് ചെയ്യാൻ പറ്റും എന്ന് കിട്ടും. അഭിപ്രായ വ്യത്യാസമുണ്ട്. അലസഹി, ബലപ്പെട്ട അഭിപ്രായം അങ്ങനെയാണ്. കമാ തഖദ്ദമ ഫീ നസ്ഖിൽ ഖുർആനി, ഖുർആൻ നസ്ഖ് ചെയ്യുന്ന കാര്യത്തിൽ ബിൽ ആഹാദി, ആഹാദായ ഹദീസ് കൊണ്ട് ഖുർആൻ നസ്ഖ് ചെയ്യുന്ന കാര്യത്തിൽ മുമ്പ് എന്തോ പറഞ്ഞു, അതുപോലെ ഇവിടെയും ഉണ്ടെന്നർത്ഥം. ഒമിൻ നസ്ഖി സുന്നത്തി ബി സുന്നത്തി, സുന്നത്തിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യതിൽപ്പെട്ടതാണ് എന്ത്? നസ്ഖു ഹദീസ് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിന്റെ നസ്ഖ് എന്താണത്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഖീല ലഹു, നബിയോട് പറയപ്പെട്ടു, അർറജുലു, ഒരാള്, യുഅ്ജലു അൻ ഇംറഅതിഹി, തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ആദ്യമായി ഇൻസാലാകുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോ മാതാ യജിബു അലൈഹി, എന്താണ് ഇനി അയാൾക്ക് നിർബന്ധമുള്ളത് എന്നാ? അദ്ദേഹം ഭാര്യയുമായി ബന്ധപ്പെടുവാൻ ഉദ്ദേശിക്കുന്ന സമയം, അങ്ങനെ എഴുതാലുണ്ടാവുന്നു, വേഗത്തിലാകുന്നു എന്നർത്ഥം. അതായത് യഖൂമു അൻഹ അജലൻ, ആ ഭാര്യയുമായി വേഗം എണീറ്റ് പോകുന്നു എന്ന് പറഞ്ഞാൽ വേഗം അയാൾക്ക് ഇൻസാലായി പോകുന്നു എന്നർത്ഥം. ഇങ്ങനെ വന്നാൽ അയാൾക്ക് എന്താണ് നിർബന്ധം എന്ന ചോദിച്ചത്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമൽ മാഉ മിനൽ മാ, വെള്ളം വെള്ളത്തിൽ നിന്നല്ലേ എന്ന മറുപടി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ മനി ഇൻസാലായാൽ ഇത്തിസാൽ, കുളിക്കുക എന്നുള്ളതാ, അതാ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞതിനെ നസ്ഖ് ചെയ്തു. എന്തുകൊണ്ട്? ബി ഹദീസ് സഹീഹൈനി, ബുഖാരി മുസ്ലിമിലെ മറ്റൊരു ഹദീസ് കൊണ്ടാണ് ഈ പറഞ്ഞതിനെ നസ്ഖ് ചെയ്തത്. എന്താണത്? ഇദാ ജലസ ബൈന സഅബിൽ അർബഅ സുമ്മ ജഹദഹ ഫഖദ് വജബൽ ഗുസ്ലു എന്ന. ഒരാള് എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ ഭാര്യയുടെ 4 അവയവങ്ങൾക്കിടയിൽ, 4 അവയവങ്ങൾ എന്ന് പറഞ്ഞോടത്ത് 2 തണ്ടങ്കാലും 2 തുടയും കൂട്ടാം, അല്ലെങ്കിൽ 2 കൈയും 2 കാലും കൂട്ടാം. എന്താവട്ടെ, 4 അവയവങ്ങൾക്കിടയിൽ ഇരുന്നാൽ, സുമ്മ ജഹദഹ, പിന്നെ അവളുമായി ബന്ധപ്പെടുകയും ചെയ്താൽ, ഫഖദ് വജബൽ ഗുസ്ലു, കുളി നിർബന്ധമായി എന്ന് ബന്ധപ്പെട്ടാൽ തന്നെ. സാദ മുസ്ലിം ഫി റിവായത്തിൻ, ഒരു റിവായത്തിൽ മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത് കാണാം, വഇല്ലം യുൻസിൽ, അവിടെ മനി പുറപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ബന്ധപ്പെട്ടോ കുളി നിർബന്ധമാണെന്ന്. ആദ്യം പറഞ്ഞോടത്ത് മനി അയാൾക്ക് വേഗം പോകുന്നു, അപ്പൊ കുളിക്കണമെന്ന്. അതില്ലെങ്കിൽ കുളില്ലാന്ന വരുന്നത്. ഇപ്പൊ അതല്ല, ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ തന്നെ കുളി നിർബന്ധമാണ്. അപ്പൊ ഈ ഹദീസ് കൊണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഹദീസിനെ ദുർബലപ്പെടുത്തി നസ്ഖ് ചെയ്തു. അപ്പൊ സുന്നത്തിനെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്തല്ലോ. ലിതാഖുരിഹാദ, ഈ പറഞ്ഞ ഹദീസ് അനിൽ അവലി, ആദ്യം പറഞ്ഞിട്ട് പിന്തി വന്നു. പിന്തി വന്ന ഈ സുന്നത്ത് മുന്തി വന്ന ആ സുന്നത്തിന്റെ നിയമത്തെ ദുർബലപ്പെടുത്തി. ഇല്ലം യുൻസിൽ എന്ന് പറഞ്ഞിട്ട് പറയാൻ കാരണം, ലിമാ റവ അബൂദാവൂദ് അൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളെ തൊട്ട് അബൂദാവൂദും അല്ലാത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത്? അന്നൽ ഫിതിയ, യുവാക്കള്, അല്ലത്തി കാനു യഖൂലൂന, അവർ പറയുമായിരുന്നു, അൽ മാ മിനൽ മാ, വെള്ളം വെള്ളത്തിൽ നിന്നല്ലേ. അത് റുഖ്സത്തുൻ, റുഖ്സയുണ്ട്. റഖസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവ്വലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി ഇളവ് ചെയ്തിട്ടുണ്ട് അതിനെ. അങ്ങനത്തെ ഒരു ഇളവാണ് എന്ന് പറയുമായിരുന്നു യുവാക്കൾ. അങ്ങനെ സുമ്മ അമറ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, ബിൽ ഗുസ്ലി, കുളിക്കൽ കൊണ്ട്, ബഅദഹ, അതിനുശേഷം പിന്നെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റിപ്പോർട്ടും കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഭാര്യയുമായി ബന്ധപ്പെട്ട കുളിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നസ്ഖ് ചെയ്തു.
സുന്നത്തിന് സുന്നത്ത് കൊണ്ട് നിർത്തും. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒമിൻ നസ്ഖിൽ ഖുർആനി ബിൽ ഖുർആനി എന്നല്ലേ. ഖുർആനിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്തൽപ്പെട്ടതാണ്. നസ്ഖ് ചെയ്യാന്ന് പറഞ്ഞാൽ വിധി. മാ തഖദ്ദമ മിൻ നസ്ഖി ഖൗലിഹി തആല, അല്ലാഹു തആല വാക്കിനെ നസ്ഖ് ചെയ്തത് മുമ്പ് പറഞ്ഞല്ലോ. മതാഅൻ ഇലൽ ഹൗൽ, ഒരു കൊല്ലം എന്ന് പറഞ്ഞു. ആ ഒരു കൊല്ലം വിട്ടിട്ട് ബി ഖൗലിഹി തആല അർബഅത അശ്ഹുരിൻ വ അശ്റ, 4 മാസം 10 ദിവസം എന്നതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ ആയത്ത് കൊണ്ട് ഇലൽ ഹൗൽ, ഒരു കൊല്ലം വരെ എന്നുള്ളതിനെ നസ്ഖ് ചെയ്തു. ഇങ്ങനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്തതായിട്ടും വന്നിട്ടുണ്ട്. ഇനി വയജൂസു അല സഹീഹി, ബലപ്പെട്ട അഭിപ്രായം നസ്ഖ് ചെയ്യാൻ പറ്റും. അന്നസ്ഖുരി നസ്സായത് നസ്ഖ് ചെയ്യാൻ ബിൽ ഖിയാസി, ഖിയാസ് കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റും. കാരണം ഇസ്തിനാദിയിൽ നസ്സി, ഖിയാസിന്റെ ഇസ്തിനാദ് നസ്സിലേക്കല്ലേ. അപ്പൊ അന്നഹു, അത് നസ്ഖ് ചെയ്തത് പോലെയായി ഖിയാസ്. വക്കീല, അവിടെ അഭിപ്രായം ഉണ്ട്, ലാ യജൂസ്, പറ്റൂല. എന്തുകൊണ്ട്? ഹദറം മിൻ തഖ്ദീമിൽ ഖിയാസി അലൻ നസ്സില്ലദി ഹുവ അസ്ലുഹു ഫിൽ ജുംല, ഫിൽ ജുംലയിൽ ഖിയാസിനുള്ള അസ്ലാണല്ലോ നസ്. അപ്പൊ ആ നസ്സിനേക്കാൾ ഖിയാസിനെ മുന്തിക്കൽ വരൂലേ? അങ്ങനെ ഒരു ഭയം ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പറ്റൂല. സാലിസുക, മൂന്നാമത്തെ അഭിപ്രായം, യജൂസു, നസ്ഖ് ചെയ്യാൻ പറ്റും, നിബന്ധനയുണ്ട്. ഇൻകാൽ ഖിയാസു ജലിയൻ, ഖിയാസ് ജലിയ ആയാൽ മതി. അവിടെ ഫാരിഖായൊന്നുമില്ല, അവിടെ ഫാരിഖില്ല, അത് വ്യക്തമായതാണ്. ഇങ്ങനത്തെ ഖിയാസ് ഉണ്ടെങ്കിൽ നസ്ഖ് ചെയ്യാൻ പറ്റും നസ്സിന് എന്നാണ്. ബിഖിലാഫിൽ ഖഫീഇ ലിദുഇഫിഹി, ഖഫിയായ ഖിയാസ് ആണെങ്കിൽ പറ്റൂല, അത് ദുഇഫാണ്, അതുകൊണ്ട്. വറാബിയു, നാലാമത്തെ ഖൗൽ നമുക്ക് പറയാം, യജൂസു, നസ്ഖ് ചെയ്യാൻ പറ്റും ഖിയാസ് കൊണ്ട് നസ്സിനെ. ഇൻകാൽ ഖിയാസു ഫി സമനിഹി അലൈഹി സ്വലാത്തു വസ്സലാം വൽ ഇല്ലത്തു മൻസൂസത്തുൻ, നബിയുടെ കാലത്ത് ഖിയാസ് വേണം, അതോടൊപ്പം അതിലുള്ള ഇല്ലത്ത് വ്യക്തമായതായിരിക്കും, നസ്സാക്കപ്പെട്ടതുമാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഖിയാസ് കൊണ്ട് നസ്സിനെ എന്ത് ചെയ്യാം? നസ്ഖ് ചെയ്യാം. ബി ഖിലാഫി മാ ഇല്ലത്തുഹു മുസ്തംബത്തുൻ, ഗവേഷണം ചെയ്തെടുക്കപ്പെട്ട ഇല്ലത്താണെങ്കിൽ പറ്റൂല. ലിദുഇഫിഹി, അത് ദുർബലമാണ്. വമാ വുജിദ ബഅദ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾക്ക് ശേഷമുണ്ടായ ഖിയാസിനെതിരും അതും പറ്റൂല. കാരണം ലിൻദിഫാഇ നസ്ഖിനൈദിൻ, അങ്ങനെ വരുമ്പോ ആ സമയത്ത് നസ്ഖ് ഇവിടെ ഇല്ലല്ലോ, അതാണ് കാരണം. പുല്ല, നമ്മൾ പറയുന്നു എന്ത്? തബയ്യന ബി, ഖിയാസ് കൊണ്ട് വ്യക്തമായി എന്ത്? അന്ന മുഖാലിഫഹു, നിശ്ചയം ഈ ഖിയാസിനോട് എതിരാകുന്നത് കാന മൻസൂഖൻ, അത് റസൂലുള്ളാന്റെ കാലത്ത് നസ് കൊണ്ട് തന്നെ എന്താണ്? മൻസൂഖാക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമായി നമ്മൾ പറയും. വയജൂസു അല സഹീഹി, ബലപ്പെട്ട അഭിപ്രായത്തിൽ പറ്റും നസ്ഖുൽ ഖിയാസിൽ മൗജൂദി ഫി സമനിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങളുടെ കാലത്തുള്ളതായ ഖിയാസിനെ നസ്ഖ് ചെയ്യാം. ബി നസ് കൊണ്ടോ ഔ ഖിയാസൻ, ഖിയാസ് കൊണ്ടോ പറ്റും. വക്കീല, അവിടെ പറയുന്നു ലാ യജൂസു നസൂഖു, അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ആ നസ്ഖിനെ നസ് കൊണ്ടോ ഖിയാസ് കൊണ്ടോ നസ്ഖ് ചെയ്യാൻ പറ്റൂല. കാരണം ലിഅന്നഹു മുസ്തനദുൻ ഇലൻ നസ്സി, നസ്സിലേക്കല്ലേ ഈ ഖിയാസിന്റെ മുസ്തനദ് ഉള്ളത്. അപ്പോ അങ്ങനെ വരുമ്പോൾ ദവാമി, നസ്സുള്ള കാലത്തോളം ഇവിടെ ഖിയാസ് ഉണ്ടാവും എന്നാണ്. കൊല്ല, നമ്മളിന് മറുപടി പറയാം, ലാ നുസല്ലിം, സമ്മതിക്കൂല. ലുസൂമ ദവാമിഹി, അതിന്റെ ദവാമ്, ഖിയാസിന്റെ ദവാമ് നസ്സിന്റെ ദവാമ് കൊണ്ടുണ്ട് എന്നുള്ള വാദം നമ്മൾ സമ്മതിക്കാൻ തയ്യാറല്ല. ഏതുപോലെ കമാല യൽസമു ദവാമ് ഹുക്കുമിൻ നസ്സി, നസ്സിന്റെ ഹുക്കുമിന് ദവാമ് ലാസിമല്ലല്ലോ. എന്തുകൊണ്ട്? നസ്സിനെ നസ്ഖ് ചെയ്യപ്പെടൽ കൊണ്ട്. അപ്പൊ നസ്ഖിനോട് എന്ത് ചെയ്യും? നസ്ഖ് ചെയ്യപ്പെടാൻ പറ്റുമല്ലോ. അങ്ങനെ വരുമ്പോൾ അതിന്റെ ദവാമ് ഇവിടെ ലാസിമല്ലല്ലോ എന്ന് വെക്കാം. അപ്പൊ എന്തായി? ഇങ്ങനെയൊക്കെയാണ് നസ്ഖിന്റെ രീതി. ഇനി ഇൻഷാ അല്ലാഹ് നസ്ഖ് ഉണ്ടല്ലോ, നസ്ഖ് ഉണ്ടായത് കൊണ്ട് നാസിഖ് എന്തായിരിക്കണം? അപ്പോൾ നാസിഖ് ഉണ്ട്, ആ നാസിഖ് എന്തായിരിക്കണം? അതിന്റെ നിബന്ധനയാണ് 31-ാം ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദുആ വസിയ്യത്ത് ചെയ്തുകൊണ്ട് നിങ്ങളോട് ഞാൻ ഈ ക്ലാസ് നിങ്ങളിലേക്ക് ഞാൻ വിടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ പിന്നെ ക്ലാസ് വിടാതിരുന്നത് ഞാൻ ഇന്നലെ നാട്ടിൽ പോണ ദിവസമായത് കൊണ്ടായിരുന്നു. അപ്പോൾ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് വിടാതിരുന്നത്.